നമസ്കാരം. ഒടുവിൽ കേരളത്തിൽ 10 വർഷത്തെ ചെങ്കോട്ടകൾ തകർന്നു വീണു. പരാജയത്തിനും ഒരു അന്തസ് വേണമായിരുന്നു എന്ന് പറയാതെ വയ്യ. അത്തരത്തിൽ അമ്പയെ പരാജയപ്പെട്ട് ഇടതു ഭരണം തിരഞ്ഞെടുപ്പ് ഗോതയിൽ വീണുകിടക്കുമ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന സതീശന്റെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോഴും സതീശൻ കേട്ടതിനോളം അപവാദം മറ്റൊരു നേതാവ് കേട്ടിട്ടുണ്ടോ എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കണം. അത്രമേൽ കഴിവുകെട്ട നേതാവെന്ന പരാമർശത്തിൽ പല പ്രാവശ്യം പല ആക്ഷേപങ്ങളും കേട്ടിട്ടും നിശബ്ദമായി തളരാതെ പിടിച്ചു നിന്ന സതീശന്റെ വിജയം കൂടിയാണ് ഈ കേരളം UDF തൂക്കുന്നത് എന്ന് വേണം പറയാൻ. നിലവിലെ വോട്ടെണ്ണൽ തുടരുമ്പോൾ 100 സീറ്റുകൾക്ക് മേലെ പിടിച്ച് കോൺഗ്രസ് അധികാരം പിടിക്കാനുള്ള അവസാന നിമിഷങ്ങളോടെടുക്കുമ്പോൾ അതിനു പിന്നിൽ എക്കാലവും പ്രവർത്തിച്ച ശക്തനായ നേതാവായി സതീശനെ കാലം വാഴ്ത്തുക തന്നെ ചെയ്യും. എന്നാൽ ഇനി കാണേണ്ടത് ഇത്രയും വൻഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്ന 10 വർഷത്തിനു ശേഷം കേരളം പിടിച്ചെടുക്കുന്ന കോൺഗ്രസിന്റെ തമ്മിൽ തല്ലിന്റെ പുതിയ അധ്യായമാണ് എന്നതാണ് ഏറ്റവും വലിയ ഗതികേട്. കറിയിലെ കറിവേപ്പില പോലെ ആവശ്യം കഴിഞ്ഞ് സതീശനെ പുറത്തേക്ക് വലിച്ചെറിയാൻ തയ്യാറായി മുഖ്യമന്ത്രി കസേരയ്ക്ക് പാകമായ കുപ്പായം തുന്നി നിൽക്കുന്ന ഒന്നും രണ്ടും പേരല്ല കോൺഗ്രസിനുള്ളിൽ എന്നതാണ് വാസ്തവം. UDFിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിലേക്ക് എത്തിച്ച അതേ സതീശൻ ശരിയായ മത്സരം നേരിടാൻ പോകുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഗോതയിലാണ് എന്ന് വേണം പറയാൻ.